വട്ടപ്പാട്ട് മത്സരം കാലാകാലമായി മത്സരവേദിയിലുണ്ട്. എന്നാലും വട്ടപ്പാട്ട് എന്താണെന്ന സംശയം തീർന്നിട്ടില്ല. തിരുവനന്തപുരത്തെ കലോത്സവ വേദിയിലെ കാര്യവും മറിച്ചല്ല. കലോത്സവ വേദിയിലെ ഏറ്റവും ഗ്ലാമർ ഇനങ്ങളിലൊന്നാണ് വട്ടപ്പാട്ട്. എന്താണ് ശരിക്കും വട്ടപ്പാട്ട്? ആളുകൾക്ക് ഇപ്പോഴും ആ പേരിലൊരു കൺഫ്യൂഷൻ ഇല്ലേ? നമുക്ക് ചോദിച്ചാലോ. തിരുവനന്തപുരത്തെ കലോത്സവ വേദിയിൽ വട്ടപ്പാട്ട് കാണാനും തിരക്കു തന്നെ. എന്നാൽ കലോത്സവങ്ങൾ കുറെ കണ്ടു. എന്നിട്ടും വട്ടപ്പാട്ടിന് പിന്നിലെ കഥയെന്തെന്ന് വലിയ പിടിയില്ല ആർക്കും. ചോദ്യം തിരക്കിയപ്പോൾ പലർക്കും പല സംശയങ്ങൾ. അത് വട്ടത്തിലിരുന്ന് മണവാളനെ ഒരുക്കുന്ന മണവാളനെ ആസ്വദിച്ചുകൊണ്ടൊരു പാട്ട്, അത് വീട്ടുകാരുടെ നടത്തുന്ന ഒരു പരിപാടിയാണ് അവരുടെ വിവാഹത്തിന് മുമ്പുള്ള എന്നാണ് സങ്കല്പം. പാട്ട് പോലെയാണ്, പക്ഷേ കൈയടിച്ചൊക്കെ ഉള്ളൊരിതാണ്. അതറിഞ്ഞൂടാ. ഞാൻ വിചാരിച്ച ഗ്രൂപ്പ് സോങ് പോലെ ആയിരിക്കും എന്നാ വിചാരിച്ചേ. അങ്ങനെയല്ല, ഒരു ഒപ്പനന്റെ ഇതുപോലെ തോന്നുന്നു. വട്ടപ്പാട്ടിന്റെ ഉത്തരം വേണം, അതും ആധികാരികമായ ഉത്തരം. അത് തേടിയുള്ള നടപ്പായി പിന്നീട്. തിരുവനന്തപുരത്തുകാർക്ക് പ്രത്യേകിച്ച് ഉണ്ടാവുമെന്ന് തോന്നുന്നു. അത് കണ്ടുപിടിക്കണമല്ലോ. ഇതാ പ്രമോദട്ടെ, ഇവിടെ ഒരു ടീമുണ്ട്, നമുക്ക് ചോദിച്ചാലോ. ഹലോ ഗൈസ്, എവിടുന്നാണ്? എനിക്ക് ഒരു കൺഫ്യൂഷൻ. അതായത് ഈ വട്ടപ്പാട്ട് എന്നൊരു പേര് എങ്ങനെ വന്നു? എന്താണ് ഈ പേര് തന്നെ ഒരു പാട്ടാണുള്ളത്. അത് ഡാൻസ് ആണോ പാട്ടാണോ? നിങ്ങൾ എവിടുന്നാ വരുന്നത്? കോഴിക്കോട് ജില്ലയിൽ നിന്നാണ്. ഏതാ സ്കൂൾ? ഏതാണ്? ICS സെക്കൻഡറി സ്കൂൾ, കൊയിലാണ്ടി. കൊയിലാണ്ടി എൻ്റെ നാടാണ്. എങ്ങനെയാ? മാഷാണ് അല്ലേ? മാഷെ, വലിയ കൺഫ്യൂഷൻ ഉണ്ട്. അതായത് വട്ടപ്പാട്ടിനെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്താണ് ഈ പാട്ട് എന്നാണ്, വട്ടപ്പാട്ട് എന്നാണ് പേര്. ശരിക്കും എന്താണ് ഈ വട്ടപ്പാട്ടിൻ്റെ ഒരു ചരിത്രം? എങ്ങനെയാണ് ഇത്? പാട്ടാണോ ഡാൻസ് ആണോ? എങ്ങനെയാണ് ഈ വട്ടപ്പാട്ട് എന്നൊരു പേര് വന്നത്? മാഷ് എന്നെ പറഞ്ഞു. ശരിക്കും ഇതൊരു തമിഴ് ഉത്ഭവമാണ്. തമിഴ് സ്ഥലങ്ങളിൽ അവിടെ അവർ ചെയ്യുന്ന ഒരു പാട്ടാണ്. അതായത് നമ്മളൊരു പുതിയാപ്പിള, ഒരു കല്യാണ വീട്ടിലെ ഒരു പുതിയാപ്പിളനെ മാരനും ചേർന്ന് വന്ന് ആ ആഘോഷമാണ് ശരിക്കും എന്ത് ചെയ്യുന്നത് ഈ വട്ടപ്പാട്ടായിട്ട് വരുന്നത്. അതായത് വട്ടപ്പാട്ടിൽ കൂടുതൽ പ്രാധാന്യം വരുന്നത് പാട്ട് തന്നെയാണ്. ആ പാട്ടിൻ്റെ ഇശൽ, പാട്ടിൻ്റെ സാഹിത്യം, അതിൻ്റെ വരികൾ, അതായത് ഒരു ചരിത്രമാണ് നമ്മൾ ശരിക്കും പറയുന്നത്. ഇപ്പം റസൂലുള്ളാഹിൻ്റെ ഖദീജ ആയിഷ ബീവി ആയിട്ടുള്ള ഒരു കല്യാണമാണെങ്കിൽ ആ കല്യാണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇതാണോ മാഷ് മണവാളൻ? അതാണ് നമ്മളെ മണവാളൻ. സ്കൂളിൽ ഏറ്റവും മിടുക്കനായ ആളെ നോക്കി തെരഞ്ഞെടുത്തതാണ്. ഈ മണവാളിന് ശരിക്കും ഭയങ്കര ഒരു ഇപ്രാവശ്യം ഭയങ്കര ഒരു നമ്മൾ കഷ്ടമായിരുന്നു കിട്ടായിരുന്നു. കാരണം നമ്മൾ നോക്കി ഒരുപാട് ആളുകൾ എടുത്ത് അവസാന പരിപാടിയുടെ വളരെ അടുത്ത സമയത്ത് ഇത്രയും മൊഞ്ചനായിട്ട് ഒരാളെ കണ്ടപ്പോൾ എന്ത് ചെയ്തു, മറ്റേ പയ്യനോട് പറഞ്ഞു എനിക്ക് അടുത്ത വർഷം അവസരം തരാൻ ഇവരെ എടുത്തു. സ്കൂളിലൊക്കെ ഉണ്ടോ? ഇല്ലേ? മണവാളിനിപ്പോ 8ാം ക്ലാസ് ആണ്. പക്ഷെ വെറുതെ പറയാ, ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുറക്കാൻ പറ്റുന്നില്ല എന്നാ പറയുന്നത് മണവാളെ. അപ്പൊ ഏതായാലും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത് മടങ്ങാണ്. കുറച്ചും കൂടെ ആരാധകർ കൂടും അല്ലേ? ഏതായാലും വട്ടപ്പാട്ടിൻ്റെ ഒരു കാര്യം നമ്മളിങ്ങനെ അന്വേഷിച്ച് നടക്കായിരുന്നു. എന്താണ് ഈ വട്ടപ്പാട്ടും ഒപ്പനയാണോ? ഇതിന് വേറെന്തെങ്കിലും പേരുണ്ടോ? അങ്ങനെ ഏതായാലും മാഷ് തന്നെ പറഞ്ഞിരിക്കുകയാണ് വട്ടപ്പാട്ട് എന്താണ്, അതിന് പിന്നിലെ ചരിത്രം എന്താണ്, പാട്ടിനാണ് പ്രാധാന്യം എന്നാണ് പറയുന്നത്. ഏതായാലും മണവാട്ടിയൊക്കെ അന്വേഷിച്ചിങ്ങനെ നടക്കുന്നു എന്നത് കൂടിയാണ് ഈ വട്ടപ്പാട്ടിൻ്റെ പിന്നിലുള്ള ഒരു ചരിത്രം. ഏതായാലും ഇനി ആരും മറക്കണ്ട, വട്ടപ്പാട്ട് എന്നത് പാട്ടല്ല, ആൺകുട്ടികളുടെ ഒപ്പന എന്ന പേരുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് രൂപമാറ്റം വരുത്തി ഈ രീതിയിലേക്ക് മത്സരവേദികളിൽ എത്തുമായിരുന്നു. ഈ മണവാട്ടിയെ തേടി പോകുന്ന മണവാളൻ എന്നതാണ് വട്ടപ്പാട്ടിൻ്റെ പിന്നിലുള്ള ഒരു ചരിത്രം. ക്യാമറാമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം കലോത്സവ വേദിയിൽ നിന്നും മേഘ മാധവൻ.